ഓക്കെ ഗേസ്, ഇവിടെ നമ്മളെ ഒരു പ്ലെയിനൊക്കെ സെറ്റാക്കിട്ടാ. ഇത് പിന്നെ ഏതാ പ്ലെയിനെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാ മറ്റേ ഇൻഡിഗോയുടെ പ്ലെയിനാ. ഇത് മറ്റേ എയർബസിന്റെ മോഡലാ. എയർബസ് A320 അങ്ങനത്തെ മോഡലാ. സംഭവം നൈസ് പ്ലെയിനാ. എടാ ടുങ് സാറേ, അപ്പൊ എങ്ങനെയാണ്? നമുക്ക് ട്രിപ്പൊക്കെ പോവല്ലേ? ആടെ ഫ്രാങ്ക്ലിന്, നമുക്ക് ട്രിപ്പൊക്കെ പോവാം. നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കണ്ടേ? ആ ബാലറീന ട്രാലലേല ഊടിഡിൻഡിൻ അവരെ വിളിക്കണ്ടേ? അവരോട് പിന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. ആടാ, അതിപ്പോ ഏതായാലും നന്നായി. നമുക്ക് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് ആയിട്ട് ഒരു ട്രിപ്പിന് പോവാം. എടാ ടുങ്ടുങ്ങേ, നീ ഇവിടെ തന്നെ നിന്നാ മതിട്ടാ. വേറെ എങ്ങോട്ടും പോവണ്ട. ഞാനിപ്പോ അവന്മാരെ പിക്ക് ചെയ്തുകൊണ്ട് വരാം. എന്നാലും എങ്ങോട്ടേക്ക് ട്രിപ്പ് പോവാ? ഞാൻ ഇതുവരെയ്ക്കും സ്ഥലമൊന്നും പ്ലാൻ ചെയ്തില്ല. ഞാൻ ആലോചിക്കണതേ ജപ്പാനിലേക്ക് പോയാലോ ഒന്ന്. നമ്മുടെ ഷിൻചാനും പിൻചാനും ഇപ്പോൾ ലോസ് ആൻഡോസിലില്ല. അവരിപ്പോൾ ജപ്പാനിലുള്ളേ. അവരുടെ നാട് പിന്നെ ജപ്പാനിലാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജപ്പാനിൽ പോവാം. നമുക്ക് ഷിൻചാനും പിൻചാനും മീറ്റ് ചെയ്യാം. പറ്റിങ്ങ് കുറച്ച് ദിവസം അവിടെ നിൽക്കാം. ഞാനത് ആലോചിക്കണേ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലേ ആ ബാക്കി ബ്രെയിൻ റോഡ്സിനെ പിക്ക് ചെയ്യാം. അവരിപ്പോൾ എൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യണ്ടാവേ. നമുക്കപ്പോൾ അവരെ പിക്ക് ചെയ്യാം. ഞാൻ അവരോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. Meanwhile, ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ആ ബാലറിന് ഉടിയിടിണ്ടിൻ ട്രാലല എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തിനാ നമ്മളെ വിളിച്ചേ? എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? എന്താ കാര്യം? എടി ബാലറിന, അതൊക്കെ ഉണ്ട്. അതെ, നിങ്ങൾ തൽക്കാലം വന്ന് ബസ്സിൽ കയറ്. ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ആടാ ഫ്രാങ്ക്ലിന്, നമ്മളിതേ വണ്ടിയിൽ കയറി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോണേ? ഇനിയിപ്പോ വല്ല ട്രിപ്പിന് പോവാണോ? ആടാ, ഇതൊരു ചെറിയ ട്രിപ്പാ. നമ്മൾ പക്ഷേ ബസ്സിലല്ല പോണേ. നമ്മൾ വേറെ ഒരു വണ്ടിയിലാ പോണേ. വേറെ വണ്ടിയാ? അതേതോ വണ്ടി? ഇനിയിപ്പോ ട്രെയിനിലാണോ പോണേ? ഏയ്, ട്രെയിനൊന്നല്ല. ഇത് വേറെ വണ്ടിയാ. അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് ശരി, അപ്പോൾ ട്രെയിൻ അല്ലേ? എന്നാ പിന്നെ പ്ലെയിൻ ആണോ? പ്ലെയിൻ ആണോന്ന് ചോദിച്ചാ പ്ലെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടായാലും നിങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അന്നേരം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇതെന്തത്? ഈ പ്ലെയിന് കൊള്ളാലോ, നൈസായിട്ട് കേട്ടാ. ഇത് ഏതോ പ്ലെയിന്? ഇൻഡിഗോയാ? വല്ല ഇന്ത്യൻ പ്ലെയിനാന്ന് തോന്നുന്നുണ്ട്. ആ പ്ലെയിനിൽ പിന്നെ ഇന്ത്യയുടെ ഫ്ലാഗ് മുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഈ കാണുന്ന പ്ലെയിൻ അടിച്ചു മാറ്റാം. നമ്മുടെ ഗ്യാങ്ങിൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും ട്രിപ്പിന് പോകാനേ ഒരു പ്ലെയിൻ വേണം. അതിന് ഈ പ്ലെയിന് ബെസ്റ്റാ. നമുക്കപ്പോൾ അതും അടിച്ചു മാറ്റാം. ഇത് ഏത് ഈ മരത്തടി? ഇവൻ ആരാണാവോ? എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നൈസായിട്ട് അടിച്ചിടാം. എന്നാ പിടിച്ചോ. ദേ കിടക്കണം അവിടെ. ഒരടിക്കനെ വീണു. ചാവട അങ്ങോട്ട്, ചാവ്. എന്നാലും ഇത് എന്ത് ജീവിയാണാവോ? ഒരു മരത്തടിയുടെ പോലെയുണ്ട്. എന്നിട്ടായാലും ഒരടിക്ക് കൊന്നു. അവൻ്റെ ബോഡിയില്ലേ, അത് ഞാൻ ഒരു സൈഡിൽ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാളും കാണില്ല. കണ്ടിട്ടും വലിയ കയറുന്നില്ല. നമ്മളിപ്പോൾ ഈ പ്ലെയിൻ അടിച്ചു മാറ്റിയിട്ടേ വേഗം സ്ഥലം വിടാൻ പോവാ. ഇത് ഏതോ മോഡല്? എയർബസ് ആണോ? ഇത് എയർബസ് A320